ചില പ്രത്യേക വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ വലിയ വലിയ മഹാന്മാരെ വെച്ച് വെറുതെ തക്ബീറുന്ന ഒരു സ്വഭാവമുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള പ്രവണത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമസ്തയുടെ എല്ലാ ആലിമ്യങ്ങളും തുല്യരാണ്, ഒരേ സ്ഥാനക്കാരാണ്. സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കും സ്ഥാനമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും കേവലം വ്യക്തികളെ പേര് കേൾക്കുമ്പോൾ വെറുതെ മൂച്ചുമക്കയറ്റാൻ തക്ബീർ നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മളെ ഭാഗത്ത് വരാൻ വേണ്ടി അതൊക്കെ അതുപകളിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കേണ്ടവരൊക്കെ നമ്മൾ നമ്മളൊക്കെ മരിച്ചു പോകേണ്ട. ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത്, ഈ ആവശ്യമില്ലാതെ വെറുതെ തക്ബീറുകളൊക്കെ ചൊല്ലി അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ആരെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പതിവ് വേണ്ട. അതാരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് മുതിരും വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ തുഫദ്ദിലൂനി അലാ യൂശഅ ഇബ്നു മത്ത എന്ന് പറഞ്ഞു. യൂശഅ ഇബ്നു മത്തനേക്കാൾ, അതായത് യൂശഅ നബിനേക്കാൾ നിങ്ങളാരും ബഹുമാനിക്കുകയോ ആദരിക്കുകയോ പൊന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യൂശഅ നബിനേക്കാൾ പ്രാധാന്യമില്ല എന്നോ, അല്ലെങ്കിൽ റസൂൽ അഷ്റഫുൽ ഖൽഖാണ്, അഷ്റഫുൽ അംബിയ ഒക്കെയാണ്, അത് നമുക്കറിയാലോ. പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും വളരെ കർശനമായി പറയുന്നതാണ്, നിങ്ങളെ ഇങ്ങനെ തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും ആരും ഉണ്ടാക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തക്ബീർ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം, തക്ബീർ ചൊല്ലിയതുകൊണ്ട് ഞാൻ വലുതാവാനും പോണില്ല, തക്ബീർ ചെല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതാകാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ നിലക്ക് മതി എന്നുള്ളതാണ് എല്ലാവരോടും ആദ്യമായി ഉണർത്താറുള്ളത്.